സിൻഫാനി മിൻ ഉമ്മതി ലം അറഹുമാ, എന്റെ സമുദായത്തിലെ രണ്ട് വിഭാഗം ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ടില്ല. അവർ അവസാന കാലത്ത് ലോകത്ത് വരാനിരിക്കുന്നവരാണ്. രണ്ട് വിഭാഗം ആളുകൾ. ഒന്ന് ഖൗമുൻ മഅഹും സിയാതും കഅദ്നാബിൽ ബഖർ യദ്രിബൂന ബിഹന്നാസ്, പശുവിന്റെ വാല് പോലുള്ള ചാട്ടവാറുകളുമായി തെറ്റ് ചെയ്തവനെയും തെറ്റ് ചെയ്യാത്തവനെയും നിരപരാധിയെയും അപരാധിയെയും പിടിച്ച് ശിക്ഷിക്കുന്ന ഇവിടത്തെ അധികാരി വർഗമുണ്ടല്ലോ. തെറ്റ് ചെയ്തവനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടിയവനെ പിടിച്ച് തെറ്റുകാരാക്കുക. മറ്റൊരു വിഭാഗം വനിസാഉൻ കാസിയാത്ത്, വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളാണ്. വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളാണ്. വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളാണ്, പക്ഷേ ആരിയാത്തവർ നഗ്നരാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂല് പറയാൻ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ അവർ അർദ്ധനഗ്നരാണ്, അല്ലെങ്കിൽ പരിപൂർണ നഗ്നരാണ്. സദഖ്ത യാ റസൂലല്ലാഹ്. ഈ ഹദീസൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും, അങ്ങ് പറഞ്ഞത് എത്ര സത്യമാ നബിയേ, അങ്ങ് പ്രവചിച്ചത് എത്ര സത്യമാണ് നബിയേ. ഇവിടെ അക്ഷരം പ്രതി പുലർന്നിരിക്കുകയാ നബിയേ. എത്ര ഉമ്മമാരാണ്, എത്ര പെങ്ങന്മാരാണ് ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങള് അന്യപുരുഷന്മാരുടെ വികാര വിചാരങ്ങളെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ടങ്ങാടികളിലൂടെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന എത്ര ഉമ്മമാർ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, മായിലാത്തുൻ മുമീലാത്ത്, അവർ നടക്കുന്നത് ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ടാണ്. നടക്കുന്നത് തന്നെ ചാഞ്ഞും ചെരിഞ്ഞിട്ടുമാണ്. അല്ലേ? നോക്ക്, നമ്മുടെ ഉമ്മമാർ നടക്കുന്ന കണ്ടിട്ടില്ലേ? ഉമ്മമാരെ ചെരുപ്പിന്റെ അടിയിലുണ്ടാവും അല്ലെ, നമ്മളെ ചെറുവിരൽ പോലത്തെ ഒരു സാധനം. ഇതിലാണ് നമ്മുടെ ഉമ്മമാര് നടക്കുക. കണ്ടിട്ടില്ലേ നിങ്ങള്? എത്ര എത്ര അത് മെലിയുന്നു, എത്ര നേർത്തിട്ടാണോ ഉള്ളത്, അത്ര ഫാഷൻ കൂടിക്കൂടി വരികയാണ്. അത് കുറച്ച് തടിയുണ്ടായ, കുറച്ച് വണ്ണുണ്ടായ മോശമാണ്, ഔട്ട് ഓഫ് ഫാഷൻ. എന്ന് കണ്ടില്ലേ, പഴയ ചെരുപ്പിട്ടെന്ന് പറയും ആളുകൾ. ഭയങ്കര കഷ്ടമാണ്. അത് നേർത്തൊരു സാധനം, അതാണ് ചെരുപ്പിന്റെ അടിയിലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി കുലുങ്ങി. അള്ളാന്റെ ഹബീബ് പറയണം, 1400 മുമ്പ് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വിഭാഗം പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അവസാന കാലത്ത് അവർ ലോകത്തെ വരാനിരിക്കുന്നവരാണ്. അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തുകയാണ്, പ്രിയപ്പെട്ടവരെ. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, റൂസുഹുന്ന കഅസ്നിമതിൽ ബുഖ്തിൽ മായിലാ, അവരുടെ തലകൾ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്ന ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ്. ഒട്ടകത്തിന്റെ പൂഞ്ഞ ഉണ്ട്, അതിന്റെ നടുഭാഗത്ത് മുകൾ ഭാഗത്ത് ഒരു പൂഞ്ഞ. അതിങ്ങനെ നടക്കുമ്പോൾ അതങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കളിക്കും. അതുപോലെയാണ് ഈ പെണ്ണുങ്ങളുടെ തലകൾ. ഈ പെണ്ണുങ്ങളുടെ നിങ്ങളെല്ലാവരും അല്ലട്ടോ, ഇങ്ങനെ ഫാഷനായി ഇങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളുടെ തലകൾ അങ്ങനെയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, കണ്ടിട്ടില്ല നമ്മുടെ ഉമ്മമാരുണ്ട് അല്ലെ, വലിയൊരു ക്ലിപ്പ് ഉണ്ടാവും. ഇപ്പത്തെ ഒരുപാട് ഫാഷൻ ഉണ്ടല്ലോ, വലിയൊരു ക്ലിപ്പ് ഇട്ട് മുടി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുത്താൽ തല ഇങ്ങനെ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അതിന്റെ മേലേക്ക് ഒരു ഷാളും കൂടി ഇട്ടാ നല്ല സുഖായി, അസ്സലായി. ഇങ്ങനെയാ നമ്മുടെ ഉമ്മമാര് ഷാൾ ഇടുക. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ് അങ്ങനെ നമ്മൾ കാണുകയാണ്, നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണുകയാണ്. എന്താ ചെയ്യാ? അള്ളാഹു നമ്മുടെ ഉമ്മമാരെ നന്നാക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, പെങ്ങളെ, ലാ യദ്ഖുൽനൽ ജന്നത, ഇവർ രണ്ട് വിഭാഗവും ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കില്ല, ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കില്ല. രണ്ട് വിഭാഗവും സ്വർഗത്ത് കടക്കൂല. ലം യജിദ്ന റീഹഹാ വലം യജിദ്ന റീഹഹാ, സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് അല്ലാഹു കൊടുക്കില്ല. മൈലുകളോളം വ്യാപിച്ചു കിടക്കുന്ന സ്വർഗത്തിന്റെ പരിമളം പോലും ഈ പറയപ്പെട്ട രണ്ട് വിഭാഗങ്ങൾക്ക് അല്ലാഹു കൊടുക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മവങ്ങന്മാരോട് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നാളെ സ്വർഗത്തിൽ
സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയാ ഞാനിത് പറയുന്നത്. ഉമ്മമാരെ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ പറയുന്നത്. വേദനിപ്പിക്കാൻ പറയുകയല്ല. നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകണ്ടേ. സയ്യിദാതു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ വനിതകളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന 4 ലീഡർമാരെ അള്ളാന്റെ ഹബീബ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് ഫാത്തിമ ബിൻത് മുഹമ്മദ്, റസൂലുള്ളാഹിന്റെ സീമന്തപുത്രി ഫാത്തിമ. ഫാത്തിമതു ഖിത്അതും മിന്നി, എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് അള്ളാന്റെ ഹബീബ് വിശേഷിപ്പിച്ചത് എന്റെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ. ഒന്ന് ഫാത്തിമയാണെങ്കിൽ രണ്ടാമത്തേത് ഖദീജ ബിൻത് ഖുവൈലിദ്, ഖുവൈലിദിന്റെ മകളായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ രണ്ടാമത്തേത്. സ്വർഗത്തിലേക്ക് ഉമ്മമാരെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ലീഡർമാരാണ്. മൂന്നാമത്തേത് ഓരോരുത്തരെയും ഒരുപാട് പറയാനുണ്ട്, വിശദീകരിക്കുന്നില്ല, ഞാൻ നിർത്തുകയാണ്. മൂന്നാമത്തേത് ആസിയ ബിൻത് മുസാഹിം, മുസാഹിമിന്റെ മകളായ ആസിയ റളിയല്ലാഹു അൻഹ. അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ പലർക്കും അറിയില്ല. മുസാഹിമിന്റെ മകളായ ആസിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ലോകം കണ്ട ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു, ലോകം കണ്ട ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ബദ്ധവൈരിയായ ഫിർഔനിന്റെ കൂടെ കിടന്ന മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ച മഹദിയാണ് ആസിയ റളിയല്ലാഹു അൻഹാ. ഫിർഔനിന്റെ ഭാര്യ റളിയല്ലാഹു അൻഹ മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ച മഹദിയാണ്. അവരും നാളെ സ്വർഗത്തിന്റെ നേതാവാണെന്ന് മുഹമ്മദ് മുസ്തഫ. നാലാമത്തേത് മറിയം ഇബ്നത ഇമ്രാൻ, ഇമ്രാന്റെ മകളായ മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഈ 4 നേതാക്കന്മാരുടെ കൈപിടിച്ച് ചെറുക്കളത്തിരിക്കുന്ന ഈ അനുഗ്രഹീത സദസ്സിലിരിക്കുന്ന എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ കടന്നു പോകണ്ടേ. അതിനു വേണ്ടിയാ ഇത്രയും സമയം ഞാനിത് പറഞ്ഞത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഈ അഴിഞ്ഞാട്ടൊക്കെ ഒന്ന് നിർത്തണം, ഈ അഴിഞ്ഞാട്ടവും ഈ പോക്കൊക്കെ ഒന്ന് നിർത്തണം. ഭർത്താവിന്റെ അനുവാദം കൂടാതെ, വാപ്പ മരണപ്പെട്ടിട്ട് പോലും അള്ളാന്റെ റസൂൽ ഒരു ഭാര്യയെ ഒരു പെണ്ണിനെ അയച്ചിട്ടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണിനെ അള്ളാന്റെ റസൂൽ അയച്ചിട്ടില്ല, വാപ്പ മരണപ്പെട്ടിട്ട് പോലും. അള്ളാന്റെ റസൂല് ഒരു പെണ്ണിനോട്, ഭർത്താവ് പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു പെണ്ണിനോട് പറഞ്ഞു, മോളെ ഞാൻ ഇറങ്ങുകയാണ്, എങ്ങോട്ടും പോകാൻ പാടില്ല, ഞാൻ വരുന്നത് വരെ. ചുരുക്കി പറയട്ടെ, ആ കുറച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ ആ പെണ്ണിന്റെ വാപ്പാക്ക് മാരകമായ രോഗം ബാധിച്ചു. വാപ്പ ഒരു ദൂതനെ പറഞ്ഞു വിട്ടു ആ പെണ്ണിന്റെ അരികിലേക്ക്. വാപ്പാക്ക് സുഖമില്ല, വരണം. ആ പെണ്ണ് നേരെ അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് ആളയച്ചു. എന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്റെ വാപ്പാക്ക് സുഖമില്ല, എനിക്ക് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചു. അള്ളാന്റെ റസൂല് പറഞ്ഞു, അവളോട് പോകരുതെന്ന് പറയൂ. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം ആ ദൂതൻ രണ്ടാമത് വന്നത് വാപ്പ സക്കറാത്തിലാണ്, വാപ്പയെ സക്കറാത്തിലാണെന്ന വിവരം പറയാനാണ്. വാപ്പ സക്കറാത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ അപ്പോഴും പറഞ്ഞവളോട് പോകരുതെന്ന് പറയൂ. മൂന്നാമത്തെ ദിവസം ഒരാള് വന്നത് വാപ്പ മരണപ്പെട്ടിരിക്കുകയാണ് പെണ്ണേ എന്ന വിവരവുമായിട്ടാ ദൂതൻ വന്നത്. പക്ഷേ അപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അവൾക്ക് പോകൽ അനുവദനീയമല്ല. അത്രമാത്രം ഒരു ഭർത്താവിനോട് ഒരു പെണ്ണിന് ബാധ്യതയുണ്ട്. അതുകൊണ്ട് പെങ്ങളെ സൂക്ഷിക്കണേ. ഇന്നൽ മർഅത ഇദാ ഖറജത് മിൻ ബൈതിഹാ വസൗജുഹാ കാരിഹുൻ, ഒരു പെണ്ണ് അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ, ഭർത്താവിന് ഇഷ്ടമില്ലാതെ, ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരു പെണ്ണ് ഇറങ്ങിയാൽ, അത് കുടുംബ വീട്ടിലേക്കാകട്ടെ, അത് സ്വന്തം ഉമ്മായുടെ വീട്ടിലേക്കാകട്ടെ, അത് അങ്ങാടിയിലേക്കാകട്ടെ, അത് കല്യാണ വീട്ടിലേക്കാകട്ടെ, അത് വയലിന്റെ മജ്ലിസിലേക്കാകട്ടെ, എവിടേക്കായാലും വയലിന്റെ മജ്ലിസിലേക്കാന്നും പറഞ്ഞിട്ട് കാര്യമല്ല. ഭർത്താവിന്റെ അനുമതിയില്ലെങ്കിൽ പോകാൻ പാടില്ലെന്നാണ് ദീൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു പെണ്ണ് പോയാൽ ലഅനഹാ കുല്ലു മലകിൻ ഫിസ്സമാ, ആകാശത്തുള്ള മുഴുവൻ മാലാകമാരും ആ പെണ്ണിനെ ലഅനത്ത് ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. തീർന്നില്ല, വകുല്ലു ഷൈഇൻ മറത്ത് അലൈഹി, അല്ലാഹുവിന്റെ മാലാകമാര് മാത്രമല്ല ലഅനത്ത് ചെയ്യുക, അവൾ നടന്നു പോയ വഴിയിലുള്ള
കല്ലുകൾ, മുള്ളുകൾ, മരങ്ങൾ എന്ന് വേണ്ട ആ വഴിയിലുള്ള മൺതരികൾ പോലും ആ പെണ്ണിനെതിരെ ലഅ്നത്ത് ചെയ്യുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പെണ്ണെ ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ പാടില്ല, സൂക്ഷിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിർത്തണം. ഒരൊറ്റ ബാധ്യതയും കൂടി പറഞ്ഞോട്ടെ, ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല. അതും ഇതും ചോദിച്ചിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്. കുറേ ബാധ്യതകൾ ഇനിയുണ്ട്. സമയം അതിക്രമിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ഭർത്താവിന് അതും ഇതും ചോദിച്ചിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടാക്കുന്ന കുറേ പെണ്ണുങ്ങൾ. അയൽവാസിയുടെ കയ്യിൽ കണ്ട വള, അല്ലേ, അപ്പുറത്തെ ഇത്താന്റെ വീട്ടിലെ പിന്നെ മോളെ കയ്യിൽ കണ്ട, മോളെ കാലിൽ കണ്ട കാലുവള, അങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ എന്താണ് അയാൾ എന്തെല്ലാം വാങ്ങിക്കൊടുക്കുന്നത്, കണ്ടില്ലേ നിങ്ങളെന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിനെ ഇങ്ങനെ പിരികേറ്റി പാവം കടത്തിന്മേൽ കടമായി കഷ്ടപ്പെട്ട് ചോരനീരാക്കി അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് മുഴുവൻ ഇവളുടെ വർത്താനം കേട്ട് തുള്ളാനാണെങ്കിൽ എന്താ ചെയ്യാ? ആ പെണ്ണിനോട് അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. ആ പെണ്ണ് കേൾക്കാൻ പറയട്ടെ, അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. ലാ തുഅ്ദി മറഅതുൻ സൗജഹാ ഫിദ്ദുനിയാ ഇല്ലാ ഖാലത് സൗജതുഹു മിനൽ ഹൂരിൽ ഈൻ. ദുനിയാവിൽ ഒരു ഭർത്താവിനെ ഒരു പെണ്ണ് ബുദ്ധിമുട്ടിച്ച, ഒരു ഭാര്യ പ്രയാസപ്പെടുത്തിയ, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, നാളെ ആഖിറത്തിൽ അവനെ ലഭിക്കാനിരിക്കുന്ന ഹൂറുൽ ഈങ്ങളിൽപ്പെട്ട, സ്വർഗത്തിൽപ്പെട്ട ഹൂറുൽ ഈങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പെണ്ണ് പറയുമത്രേ, ലാ തുദീ, എടീ പെണ്ണേ, നീ അവനെ ബുദ്ധിമുട്ടി കണ്ട, ഫഇന്നമാ ഇൻദകി ദഖീൻ, തീർച്ചയായും അവൻ നിന്റെ അടുക്കൽ ഒരു താൽക്കാലികം മാത്രമാണ്. വഅന സൗജതുഹു ഫിൽ ആഖിറ, ഞാനാണെടി ആഖിറത്തിൽ അവന്റെ ഭാര്യ ഞാനാണ്. അതുകൊണ്ട് നീ ദുനിയാവിൽ അവനെ പ്രയാസപ്പെടുത്തണ്ടടി എന്ന് ആകാശലോകത്തുള്ള ഹൂറുൽ ഈങ്ങളിൽപ്പെട്ട പെണ്ണ് ദുനിയാവിലെ ഈ ഭാര്യയോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പെണ്ണേ, അതും ഇതും ചോദിച്ച ഭർത്താവിനെ പ്രയാസപ്പെടുത്തണ്ട. ഭർത്താവ് എന്ത് ചെയ്തു തന്നാലും അത് സ്മരണയോടെ, അത് നന്ദിയോടെ സ്മരിക്കാൻ ഒരു പെണ്ണിന് സാധിക്കണം. ഭാര്യമാരെ നിങ്ങൾക്ക് സാധിക്കണം. അവരെന്ത് തന്നാലും അത് നന്ദിയോടെ സ്മരിക്കാൻ സാധിക്കണം. എന്നിട്ടും തന്നിട്ടില്ല എന്നുള്ള പരാതി പറയാൻ പാടില്ല. തന്നിട്ടില്ല എന്നുള്ള പരാതിയെ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും. എന്ത് കൊടുത്താലും കൊടുത്തിട്ടില്ല എന്നുള്ള പരാതിയെ ഉണ്ടാവും. കൊടുത്തിട്ടില്ല എന്നുള്ള പരാതി. അള്ളാന്റെ റസൂല് പറഞ്ഞു, ലാ യൻളുറുല്ലാഹു ഇലാ ഇംറഅത്തിൻ ലാ തഷ്കുറു ലിസൗജിഹാ, ഭർത്താവിന് നന്ദി ചെയ്യാത്ത ഒരു പെണ്ണിന്റെ, ഒരു ഭാര്യയുടെ മുഖത്തേക്ക് അള്ളാഹു നോക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. മാത്രമല്ല, അങ്ങനെയുള്ള ഭാര്യമാര് നരകത്തിന്റെ അഗാധ ഗർത്തത്തിലാണെന്നും അല്ലാഹുവിന്റെ റസൂല് മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കുകയാണ്. യക്ഫുർനൽ അശീറ വയക്ഫുർനൽ ഇഹ്സാൻ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബ, ഞാൻ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് പെണ്ണുങ്ങളെയാണ്, ഉമ്മമാരെയാണ്, പെങ്ങന്മാരെയാ. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, അതെന്തുകൊണ്ടാ നബി അങ്ങനെ വന്നത്? എന്തുകൊണ്ടാ നബി ഉമ്മമാര് കൂടുതലും നരകത്തിലാകാൻ കാരണം? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവർ ഭർത്താക്കന്മാരെ അവിശ്വസിക്കുന്നവരാ. എന്നിട്ട് സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് വീണ്ടും പറഞ്ഞു, ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന ദഹർ, നിന്റെ ആയുസ് മുഴുവൻ നീ നിന്റെ പെണ്ണിന്, നിന്റെ ഭാര്യയ്ക്ക് ഗുണം ചെയ്തുവെന്ന് കരുതുക. സുമ്മ റഅത മിൻക ശൈആ, അങ്ങനെ കുറെ കാലം നല്ലത് മാത്രം ചെയ്ത് ഏതെങ്കിലും ഒരു ദിവസം നിന്നിൽ നിന്ന് വല്ല അപാകതയും സംഭവിച്ച ആ പെണ്ണ് പറയും, മാ റഅയ്തു മിൻക ഖൈറാ, ഇതുവരെ നിങ്ങൾ ഒരു നന്മയും എനിക്ക് ചെയ്തിട്ടില്ല. തീർന്നു. ഇന്നലെ വരെ ചെയ്ത സർവ്വ നന്മയും ബാത്തിലാക്കുന്ന പെണ്ണുങ്ങൾ, ഒരു സംഗതി ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങൾ ഇന്നേ വരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നല്ലത് വാങ്ങി തന്നിട്ടുണ്ടാ? എപ്പോഴും ഒരു 100 രൂപന്റെ സാധനം അല്ലാണ്ട് 1000 രൂപ നിങ്ങൾ എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടാ?
പാവം കുറെ കഷ്ടപ്പെട്ട് എത്രയോ വിലപിടിപ്പുള്ള പലതും വാങ്ങിക്കൊടുത്തതാണ്. ഒന്നും ഓർമ്മയില്ല. അങ്ങനത്തെ പെണ്ണുങ്ങളാണ് നരകത്തിൽ ഞാൻ കൂടുതലും കണ്ടതെന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ബാധ്യതകൾ എൻ്റെ ഉമ്മ പെങ്ങന്മാരറിഞ്ഞിരിക്കണം. ഭർത്താക്കന്മാരും അതേപോലത്തെ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ബാധ്യതകൾ നമുക്കുമുണ്ട്. ആ ബാധ്യതകൾ നമ്മളും ഉമ്മമാരുടെ ബാധ്യതകൾ ഉമ്മമാരും മനസ്സിലാക്കിയ പിന്നെ നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാകില്ല. പിന്നെ കുടുംബ കോടതിയിൽ പോയി പൊട്ടിക്കരയേണ്ടി വരില്ല, അലമുറയിടേണ്ടി വരില്ല. പിന്നെ ഒരു വിഷമവും ഒരു പ്രയാസവും ഇല്ലാതെ കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ പാഠം നമ്മൾ പഠിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇത് പഠിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇന്ന് മുതൽ അങ്ങോട്ട് നമ്മുടെ കുടുംബ ബന്ധം ഓർമ്മയിലിരിക്കണം. ഇതിങ്ങനെ ഇതിലെ കേട്ട് ഇതിലെ ഒഴിവാക്കാനുള്ളതല്ല. എത്ര 5, 10, 12 ദിവസത്തെ പരിപാടിയല്ലേ? 10-11 ദിവസത്തെ പരിപാടി ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് വാളുകൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ നിങ്ങൾ കേട്ട് ഇനി ഒരുപാട് വാളുകൾ കേൾക്കാനിരിക്കുന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറയുന്ന നമ്മളുടെയും അതുപോലെ തന്നെ കേൾക്കുന്നവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റബീഇന്റെ വസന്തോത്സവത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടുത്തെ സ്നേഹിക്കുന്ന ആദരവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന അവിടുത്തെ യഥാർത്ഥ ഉമ്മത്തുകളിൽ അത്ബാഇങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഇത്രയും സമയം നമ്മൾ ഇരുന്ന് ഒരു 5 മിനിറ്റ് ധാരാളം പണ്ഡിതന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ നമ്മൾ 5 മിനിറ്റ് ഈ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ലക്കൽ ഹംദു യാ മഅബൂദ് യാ അല്ലാഹ് حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد أرحم الرحيമായ രാജ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ധാരാളം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഒരുമിച്ച് കൂടിയ സദസ്സാണ് റബ്ബേ. നിന്റെ അനുഗ്രഹത്തിന്റെ മാലാകമാർ ഒരുമിച്ച് കൂടിയ സദസ്സാണ് അല്ലാഹ്. ഖബൂലാക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് ജീവിതത്തിൽ ധാരാളം നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നന്മ വർദ്ധിപ്പിക്കുവാനുമുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ജീവിക്കുന്നിടത്തോളം കാലം ഇസ്സത്തോടെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സമ്പൂർണ്ണ കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഈ പരിപാടി ഇത്രയും വിജയിപ്പിക്കുന്നതിന്റെ പിന്നിൽ ആരെല്ലാം ഏതെല്ലാം രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും അതെല്ലാം ഒഴിവാക്കി സദസ്സിൽ വന്നിരിക്കുന്ന ധാരാളം മോമിനീങ്ങൾ മോമിനാത്തുകളുണ്ട് റബ്ബേ. നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് തരണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, റഹ്മാനായ റബ്ബേ, എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും ഇവിടെ ഒരുമിച്ച് കൂടിയവരെല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ നേതാക്കൾക്ക് നീ ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദന്മാർ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാർ എല്ലാവർക്കും നീ ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉസ്താദന്മാര് സ്നേഹജനങ്ങൾ ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും കബറിടം നീ സ്വർഗ്ഗപൂന്തോപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ജീവിതത്തിൽ ഖൈർ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളെ കുടുംബങ്ങളിൽ ഞങ്ങളെ വീടുകളിൽ ഞങ്ങളെ നാടുകളിൽ നീ ഐശ്വര്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. പടച്ചവനെ, നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാഹ്.
ധാരാളം അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗത്തിൽ ഞങ്ങൾക്കൊരിടം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെയും ഈ പ്രപഞ്ചത്തെ ആകമാനം സൃഷ്ടിക്കാൻ കാരണക്കാരായ ലോകത്തിന്റെ നേതാവ്, ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിന്റെ തുടിപ്പായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരിടം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആ റസൂലുള്ളാഹിന്റെ പരിശുദ്ധ കൈകളെ കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. പടച്ചവനെ റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഉമ്മമാർക്ക് സ്വർഗം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ മതവിജ്ഞാന സദസ്സിൽ ഒരുമിച്ചുകൂടി ഈ സദസ്സിനെ വിജയിപ്പിക്കുന്ന ഒരുപാട് ഉമ്മമാര് അല്ലാ നിന്റെ ദീനിനോടുള്ള താല്പര്യം കൊണ്ടാണ് റബ്ബേ. അല്ലാ നിന്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നരകാഗ്നിയെ തൊട്ട് ഞങ്ങളെയും അവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും നീ കാത്ത് സലാമത്താക്കണേ തമ്പുരാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ബന്ധപ്പെട്ടവരെല്ലാവരെയും ഈ ദുആയിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെയും അവരെയും നീ അനുഗ്രഹിച്ച മുത്തഖീങ്ങളുടെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ അർഹമർ റാഹിമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.